തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിമതരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുറത്താക്കി. പക്ഷെ എന്നാലും വാശിയോടെ തന്നെ ഇവർ കളത്തിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-നും UDF-നും വിമതരുള്ളൊരു വാർഡാണ് ഉള്ളൂർ. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയാകട്ടെ 45 വർഷത്തെ CPM CITU സംഘടനാ പ്രവർത്തനം ഉപേക്ഷിച്ച് കഴിഞ്ഞ വർഷമാണ് BJP-യിൽ ചേർന്നത്. തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ പലയിടത്തും വിമതർ വീറോടെ തന്നെ രംഗത്തുണ്ട്. പാർട്ടികൾ പുറത്താക്കിയാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിന്നാണ് തങ്ങളുടെ പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തുന്നത്. ഉള്ളൂർ വാർഡിൽ CPM-നും കോൺഗ്രസിനും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വിമതറുണ്ട്. ജനറൽ വാർഡാകുമ്പോൾ UDF-ഉം വനിതാ വാർഡാകുമ്പോൾ LDF-ഉമാണ് പൊതുവെ വാർഡിൽ ജയിക്കാറുള്ളത്. ഇക്കുറി ജനറൽ വാർഡായ ഉള്ളൂരിൽ LDF സ്ഥാനാർത്ഥി S. ലിജുവാണ്. എൻ്റെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാർട്ടിക്കാരനാണ്. പഴയ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നതാണ്. അച്ഛന് RS വെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പല യാതനകളും അനുഭവിച്ച് വന്ന ഒരു പാർട്ടി കുടുംബമാണ് ഞാൻ. അപ്പം അതിൽ നിന്നാണ് ഇവർ എല്ലാം പല ഘടകങ്ങൾ നോക്കിയാണല്ലോ പാർട്ടി സീറ്റ് തരുന്നതും. ഇവിടെ CPM വിമതനായി മത്സരിക്കുന്നത് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫും ലോക്കൽ കമ്മിറ്റി അംഗവുമായ K. ശ്രീകണ്ഠനാണ്. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഞങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഉള്ള പ്രചരണമാണ് നടത്തുന്നത്. പിന്നെ ചുവരെഴുത്തില്ല, ബോർഡും പോസ്റ്ററും ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് നമ്മുടെ ചിഹ്നം ലഭിച്ചത്. നാളെ മുതൽ അഭ്യർത്ഥന വിതരണം ആരംഭിക്കും. ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വീടുകൾ കയറി വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരോട് കാര്യം പറഞ്ഞു പോകുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആൾക്കൂട്ടമല്ല. എന്നാൽ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകട്ടെ മുൻ കൗൺസിലർ ജോൺസൺ ജോസഫാണ്. 6 തവണ UDF കൗൺസിലറായി മത്സരിച്ചിട്ടുള്ള ജോൺസൺ ജോസഫ് 7ാം തവണയാണ് അംഗത്തിനിറങ്ങുന്നത്. DCC വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. പുതിയ തലമുറ വന്നോട്ടെ, ഞാൻ മാറിക്കൊടുക്കാം. മത്സരിക്കാൻ വേണ്ട ആള് ഇവിടെ പുതിയ തലമുറയിൽ മത്സരിക്കാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മത്സരിക്കാം. അവന് പാർട്ടിയായി ബന്ധമില്ലല്ലോ. ഒരു വിമതരെന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധമില്ലാത്തവൻ അല്ലേ? പാർട്ടിക്കാരനല്ലല്ലോ. ഇദ്ദേഹം ബ്ലോക്ക് സെക്രട്ടറിയാണ്. ഇദ്ദേഹം വന്നാൽ ഞാൻ മാറിക്കൊടുക്കാം. ഇവിടെ വിമതനായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് നിർവാഹക സമിതി അംഗവും ബൂത്ത് പ്രസിഡന്റുമായ ജോൺസൺ ആണ്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇതിലുണ്ടായിരുന്നു. പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പ്രാവശ്യം സീറ്റ് തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും അത് പാർട്ടി തള്ളിക്കളയായിരുന്നു. കാരണം സ്ഥിരം ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് തന്നെ സീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവരൊന്നും മാറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു പ്രതിഷേധമെന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയത്. അതേസമയം NDA സ്ഥാനാർത്ഥിയാകട്ടെ 45 വർഷത്തെ CPM CITU ബന്ധമുപേക്ഷിച്ച് BMS വഴി BJP-യിലെത്തിയ S. അനിൽകുമാർ എന്ന കുട്ടപ്പനാണ്. വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. ഉള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആക്കുളം മെഡിക്കൽ കോളേജ് വാർഡുകളിലെ മുൻ CPM കൗൺസിലർ കൂടിയാണ് ഇദ്ദേഹം. നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് പരിചയസമ്പന്നതയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതിൻ്റെ ഭാഗമായി 3 വട്ടം ജനപ്രതിനിധിയായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ആ പരിചയസമ്പന്നതയും പ്രയോജനപ്പെടുത്തുവാൻ ഈ വാർഡിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചു. വിമതർ കടുത്ത ഭീഷണിയാകുന്ന ഉള്ളൂർ വാർഡിൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. BJP ഇവിടെ അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിലും CITU-വിലെ മുൻ നേതാവിനെ കളത്തിലിറക്കുന്നതിലൂടെ ഏറെ പ്രതീക്ഷയിലാണ് നേതൃത്വം. അതേസമയം വിമതരുടെ ഭീഷണി യാതൊരു തലത്തിലും വിലപോകില്ലെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ ഇടതു വലത് സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.